നമസ്കാരം. ബെസ്റ്റ് മീഡിയ ടെക് ഹിന്ദി ലേണിംഗ് ക്ലാസ്സിലേക്ക് 9ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇക്കായ് 5ലെ ആദ്യത്തെ പാഠഭാഗമാണ് മേരി മമത മൈ മാം. എൻ്റെ വാത്സല്യനിധിയായ അമ്മ. ഇതൊരു ഓർമ്മക്കുറിപ്പാണ്. സംസ്മരൺ എന്ന് പറഞ്ഞാൽ ഓർമ്മക്കുറിപ്പാണ്. ഈ ലോകത്ത് ഒന്നിനോടും പകരം വയ്ക്കാൻ കഴിയാത്തതാണ് അമ്മയുടെ സ്നേഹം. സ്നേഹം, ദയ, മമത, കരുണ എന്നിവയുടെ പ്രതിരൂപമാണ് അമ്മ. നമ്മുടെ ആദ്യ ഗുരുവും അമ്മ തന്നെയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്നതാണ് പാഠഭാഗം. കൂട്ടുകുടുംബത്തിൻ്റെ ഗുണവും ഐക്യവും നമുക്ക് കാട്ടിത്തരുന്നു ഈ പാഠഭാഗം. डॉक्टर APJ अब्दुल कलाम. डॉक्टर APJ अब्दुल कलाम का जन्म രാമേശ്വരം में हुआ. डॉक्टर APJ अब्दुल कलामिൻ്റെ ജനനം രാമേശ്വരത്തായിരുന്നു. भारत के पूर्व राष्ट्रपति, प्रसिद्ध वैज्ञानिक और प्रभावी वक्ता के रूप में विख्यात है. ഭാരതത്തിൻ്റെ മുൻ രാഷ്ട്രപതി, പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, പ്രതിഭാശാലിയായ പ്രഭാഷകൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രസിദ്ധനാണ്. उनका राष्ट्रपति कार्यकाल 25 जुलाई 2002 से 25 जुलाई 2007 तक रहा. 2002 ജൂലൈ 25 മുതൽ 2007 ജൂലൈ 25 വരെ അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചു. ഉൻഹെ മിസൈൽ മാൻ കെ നാം സെ ബി ജാനാ ജാതാ ഹെ. അദ്ദേഹം മിസൈൽ മാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. വിങ്സ് ഓഫ് ഫയർ ഇന്ത്യ 2020 ए मिशन फॉर द न्यू मिलेनियम, भारत की आवाज़, ടേണിംഗ് പോയിൻ്റ്, ഹം ഹോംഗെ കാമയാബ് എന്നിവ അദ്ദേഹത്തിൻ്റെ രചനകളാണ്. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, ഭാരതരത്നം എന്നീ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പാഠഭാഗം വായിച്ച് അതിൻ്റെ അർത്ഥം പറയാം. द्वितीय विश्व युद्ध के दौरान हमारा परिवार कठिनाइयों के बीच से गुजर रहा था. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് ഞങ്ങളുടെ കുടുംബം വളരെ വിഷമ അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരുന്നു. मैं उस समय 10 साल का था और युद्ध രാമേശ്വരം में हमारे दरवाजे तक प्रायः पहुंच चुका था. ആ സമയത്ത് എനിക്ക് 10 വയസ്സായിരുന്നു. യുദ്ധം ഏതാണ്ട് രാമേശ്വരത്തെ ഞങ്ങളുടെ വീട്ടുവാതിൽക്കൽ വരെ എത്തിയിരുന്നു. സബി വസ്തുവും को किल्लत हो गई थी. എല്ലാ വസ്തുക്കളിലും ദൗർലഭ്യം അനുഭവപ്പെട്ടു. ദ്വിതീയ വിശ്വയുദ്ധ അർത്ഥം രണ്ടാം ലോക മഹായുദ്ധം. കെ ദൗറാൻ ഇടയ്ക്ക്, ആ സമയത്ത് എന്നൊക്കെ അർത്ഥം വരുന്നു. ഗുജർന കടന്നു പോകുക. കില്ലത്ത് ക്ഷാമം, കമ്മി, കുറവ്. പ്രായഃ ഏകദേശം. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഹമാര പരിവാർ एक विशाल संयुक्त परिवार था जिसमें मेरे पिता एवं चाचाओं के परिवारजन एक साथ रहते थे. ഞങ്ങളുടെ കുടുംബം ഒരു വലിയ കൂട്ടുകുടുംബമായിരുന്നു. അച്ഛൻ്റെയും ചെറിയച്ഛന്മാരുടെയും കുടുംബം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഇസ് വിശാൽ കുൻബെ കോ മേരി ദാദി ഓർ മാ മിൽക്കർ സംഭാൽത്തി തീ. എൻ്റെ അമ്മയും മുത്തശ്ശിയും ഒരുമിച്ചാണ് ഈ വലിയ കുടുംബത്തെ സംരക്ഷിച്ചിരുന്നത്. घर में कभी कभी 3 पालनों पर बच्चे झूलते रहते थे. വീട്ടിൽ ചിലപ്പോഴൊക്കെ 3 തൊട്ടിലുകളിൽ കുട്ടികൾ ആടിക്കൊണ്ടിരുന്നു. ഖുഷി ഓർ ഗം കാ ആനാ ജാനാ ലഗാ രഹതാ താ. സന്തോഷവും ദുഃഖവും വന്നു പോയിക്കൊണ്ടിരുന്നു. സംയുക്ത പരിവാർ കൂട്ടുകുടുംബം. ചാച്ച കൊച്ചച്ഛൻ, പരിവാർജൻ കുടുംബാംഗങ്ങൾ, കുൻബെ കുടുംബം, ദാദി മുത്തശ്ശി, സംഭാലന കൈകാര്യം ചെയ്യുക അതായത് നോക്കി നടത്തുക, പാലൻ കർണ സംരക്ഷിക്കുക, ജൂൽന ആടുക, ഗം ദുഃഖം. मैं अपने शिक्षक श्री सोमियार के पास गणित पढ़ने जाने के लिए प्रायः 4 बजे जग जाते थे. ഞാൻ എൻ്റെ അധ്യാപകനായ ശ്രീ സോമിയാറിനടുത്ത് ഗണിതശാസ്ത്രം പഠിക്കാൻ പോകുവാനായി ദിവസവും രാവിലെ 4 മണിക്ക് ഉണരാറുണ്ടായിരുന്നു. വേ ഏക് അദ്വിതീയ ഗണിത ശിക്ഷക് തേ. അദ്ദേഹം പ്രഗത്ഭനായ ഒരു ഗണിത അധ്യാപകൻ ആയിരുന്നു. വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തെ തേ ഓർ 1 साल में 5 ही बच्चों को പഠാത്തെ തേ. അദ്ദേഹം ഫീസില്ലാതെയായിരുന്നു ട്യൂഷൻ പഠിപ്പിച്ചിരുന്നത്. വർഷത്തിൽ 5 കുട്ടികളെ മാത്രമാണ് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത്. अपने सभी छात्रों पर उन्होंने एक कठोर शर्त लगा रखी थी. തൻ്റെ എല്ലാ കുട്ടികൾക്കുമായി അദ്ദേഹം കർശനമായി ഒരു നിബന്ധന വച്ചിരുന്നു.
शर्त यह कि सभी छात्र स्नान करके 5 बजे उनकी कक्षा में उपस्थित हो जाएं. എല്ലാ കുട്ടികളും രാവിലെ കുളിച്ചതിന് ശേഷം മാത്രം കൃത്യം 5 മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ എത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിബന്ധന. മേരി മാ മുझसे पहले जग जाती थी. എൻ്റെ അമ്മ എന്നേക്കാൾ മുമ്പ് തന്നെ ഉണരാറുണ്ടായിരുന്നു. വേ മുझे नहलाती और ट्यूशन के लिए तैयार करती. എന്നെ കുളിപ്പിക്കുകയും ട്യൂഷനു വേണ്ടി തയ്യാറാക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. मैं 5:30 बजे घर वापस लौटता. ഞാൻ 5:30 ആകുമ്പോൾ തിരിച്ച് വീട്ടിൽ എത്തുമായിരുന്നു. ശിക്ഷക് അധ്യാപകൻ ഗണിതം മാത്തമാറ്റിക്സ് നിശുൽക്ക് സൗജന്യമായി ഫീസില്ലാതെ ഷർത്ത് നിബന്ധന ഉപസ്ഥിത് ഹോന സന്നിഹിതനാവുക വാപ്പസ് ലൗട്ട്ന തിരിച്ചു വരിക. उस समय नमाज अदा करने तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते. ആ സമയം നിസ്കരിക്കുന്നതിനു വേണ്ടിയും അറബി സ്കൂളിൽ ഖുർആൻ പഠിക്കുന്നതിനു വേണ്ടി എന്നെ കൊണ്ടുപോകുന്നതിനായി അച്ഛൻ കാത്തു നിൽക്കുകയായിരിക്കും. നമാസ് അദാ കർന നമസ്കരിക്കുക, ഖുർആൻ. उसके बाद मैं अपने घर से 3 किलोमीटर की दूरी पर स्थित रामेश्वरम रोड रेलवे സ്റ്റേഷൻ पैदल जाता. അതിനുശേഷം ഞാൻ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ കാൽനടയായി പോകുമായിരുന്നു. वहाँ से होकर गुजरने वाली धनुषकोडी मेल से समाचार पत्रों का बंडल लेता और तेजी से शहर लौटता. അതുവഴി കടന്നു പോകുന്ന ധനുഷ്കോടി മെയിലിൽ വരുന്ന പത്രക്കെട്ട് എടുത്ത് വളരെ പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ തിരിച്ചെത്തും. शहर में सबसे पहले मैं ही लोगों तक समाचार पत्र पहुंचाता था. പട്ടണത്തിൽ ആദ്യം ജനങ്ങളിലേക്ക് പത്രം എത്തിച്ചിരുന്നത് ഞാനായിരുന്നു. यह जिम्मेदारी निभाने के बाद मैं 8 बजे तक घर वापस आ जाता. ഈ ഉത്തരവാദിത്യം നിറവേറ്റിയതിനു ശേഷം ഞാൻ 8 മണിയോടെ വീട്ടിൽ എത്തുമായിരുന്നു. उस समय मेरी माँ मुझे सामान्य नाश्ता देती, जो मेरे अन्य भाई बहनों को दिए जाने वाले नाश्ते की तुलना में कुछ विशेष होता, क्योंकि मैं पढ़ाई और कमाई एक साथ करता था. ആ സമയം അമ്മ എനിക്ക് സാധാരണ പ്രഭാത ഭക്ഷണം തരും. അത് എൻ്റെ മറ്റ് സഹോദരങ്ങൾക്ക് നൽകുന്ന ഭക്ഷണവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ അല്പം വിശേഷപ്പെട്ടതായിരിക്കും. ജിമ്മേദാരി ഉത്തരവാദിത്തം, നിബാന നിറവേറ്റുക, നാഷ്ത പ്രഭാത ഭക്ഷണം, തുലന താരതമ്യം. स्कूल की छुट्टी के बाद शाम को मैं फिर ग्राहकों से बकाया राशि की वसूली के लिए निकल पड़ता. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഉപഭോക്താക്കളിൽ നിന്ന് ശേഷിച്ച തുക ഈടാക്കുന്നതിനായി പോകും. ഗ്രാഹക് ഉപഭോക്താവ്, ബക്കായ ബാക്കി, വസൂൽ കർണ ഈടാക്കുക. ഉൻ ദിനോം കി എക് ഘടന മുझे അഭി ഭി യാദ് ഹെ. ആ ദിനങ്ങളിലെ ഒരു സംഭവം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. हम सभी भाई बहन साथ बैठकर गाना गा रहे थे और माँ मुझे रोटी देती जा रही थी. ഞങ്ങൾ എല്ലാ സഹോദരങ്ങളും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുമായിരുന്നു. അമ്മ എനിക്ക് റൊട്ടി തന്നുകൊണ്ടിരുന്നു. चूँकि हम बात खाने वाले लोग हैं, इसलिए चावल तो खुले बाजार में उपलब्ध था, किंतु गेहूं पर रेशनिंग थी. ഞങ്ങൾ ചോറ് കഴിക്കുന്നവരായതുകൊണ്ട് അരി ചന്തയിൽ ലഭ്യമായിരുന്നു. എന്നാൽ ഗോതമ്പ് കുറഞ്ഞ അളവിൽ റേഷനിങ് മാത്രമേ ലഭിക്കുമായിരുന്നുള്ളൂ. ഘടന സംഭവം, യാദ് ഓർമ്മ, ചൂങ്കി എന്തെന്നാൽ, ബാത്ത് ചോറ്, ചാവൽ അരി, ബാസാർ ചന്ത, ഉപലബ്ധ് ലഭ്യമായ, ഗേഹൂं ഗോതമ്പ്. जब मैं गाना गा चुका तो मेरे बड़े भाई ने मुझे एकांत में बुलाकर डांटा. कलाम, जानते हो क्या हुआ? तुम रोटी गाते जा रहे थे और माँ तुम्हें रोटी देती जा रही थी. ഞാൻ ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ശകാരിച്ചു. കലാം, എന്ത് സംഭവിച്ചെന്ന് നിനക്കറിയാമോ? നീ റൊട്ടി കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ അമ്മ നിനക്ക് വീണ്ടും റൊട്ടി തന്നുകൊണ്ടിരുന്നു. ഉൻഹോനെ അപ്പനെ ഹിസ്സെ കി ബി സാരി റൊട്ടിയം തുംഹി ദേ ദീ. അമ്മ തൻ്റെ പങ്കിലെ മുഴുവൻ റൊട്ടികളും നിനക്ക് തന്നു.
अभी घर की परिस्थिति ठीक नहीं है. ഇപ്പോൾ വീട്ടിലെ അവസ്ഥ അത്ര നല്ലതല്ല. एक जिम्मेदार बेटा बनो और अपनी माँ को भूखो मत मारो. നീ ഒരു ഉത്തരവാദിത്തമുള്ള മകനാകൂ, അമ്മയെ പട്ടിണിക്കിട്ട് കൊല്ലാതിരിക്കൂ. ഉസ് ദിൻ പെഹലി ബാർ മുझे സിഹരൻ की അനുഭൂതി हुई. ആ ദിവസം ആദ്യമായി എനിക്ക് വിറയൽ അനുഭവപ്പെട്ടു. സിഹരൻ, വിറയൽ. मैं अपने आप को रोक नहीं सका. എനിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. दौड़कर अपनी माँ के पास गया और भावावेश में उनसे लिपट गया. ഞാൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. मैं अब भी पूनम की रात में अपनी माँ को याद करता हूँ. ഇന്നും പൗർണമി രാത്രികളിൽ ഞാൻ എൻ്റെ അമ്മയെ ഓർമ്മിക്കുന്നു. उस स्मृति की छवियाँ मेरी पुस्तक अग्नि की उड़ान में संग्रहित माम कविता में उभरी हैं. ആ ഓർമ്മയുടെ നിഴലുകൾ എൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അമ്മ എന്ന കവിതയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. यह मेरी माँ की कहानी है. ഇത് എൻ്റെ അമ്മയുടെ കഥയാണ്. वे 93 साल की उम्र तक जीवित रहे. 93 വയസ്സുവരെ അമ്മ ജീവിച്ചിരുന്നു. वे एक स्नेहशील, दयालु और धार्मिक प्रवृत्ति की महिला थी. അമ്മ വളരെ സ്നേഹശീലയും ദയാലുവും മതപരവുമായ വിശ്വാസിയുമായ ഒരു മഹിളയായിരുന്നു. മേരി മാ റോസ് 5 ബാർ നമാസ് അദാ കർത്തി थी. എൻ്റെ അമ്മ ദിവസവും 5 നേരം നിസ്കരിക്കുമായിരുന്നു. मैंने जब भी उन्हें नमाज अदा करते हुए देखा तब मैं प्रेरित हुआ और मैंने अपने अंदर परिवर्तन महसूस किया. അപ്പോഴൊക്കെ അവരിൽ നിന്ന് പ്രേരണ ഉൾക്കൊള്ളാറുണ്ട്. എനിക്ക് മനസ്സിൽ പരിവർത്തനം അനുഭവപ്പെട്ടിട്ടുണ്ട്. नारी ईश्वर की सुंदर रचना है. मैं 2 महान महिलाओं की स्मृति से सदैव प्रेरित एवं उत्साहित होता रहा हूँ. इनमें से एक मेरी माँ है तथा दूसरी भारत रत्न MS സുബ്ബലക്ഷ്മി. ശ്രീ ഈശ്വരൻ്റെ മനോഹരമായ സൃഷ്ടിയാണ് ഞാൻ. 2 മഹിതകളായ മഹിളകളുടെ ഓർമ്മയിലാണ് പലപ്പോഴും പ്രേരിതനാവുന്നതും ഉത്സാഹിതനാകുന്നതും. ഇതിൽ ഒന്ന് എൻ്റെ അമ്മയാണ്, രണ്ടാമത്തേത് ഭാരതരത്നം MS സുബ്ബലക്ഷ്മിയാണ്. ഈ പാഠഭാഗത്തു നിന്നും വരുന്ന ടെസ്റ്റ് വർക്കും ക്വസ്റ്റ്യൻ ആൻസറും അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.